ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, ഈ കേസ് നമുക്കറിയാം, തെളിവുകളില്ല, അതിനപ്പുറത്തേക്ക് ജാമ്യം പോലും നിഷേധിക്കുന്ന സാഹചര്യം. അപ്പോഴാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉമർ ഖാലിദ് അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പീലിലുള്ളത്? തന്നെ ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഉമർ ഖാലിദ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. UAPA ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന JNUവിലെ മുൻ വിദ്യാർത്ഥി നേതാവാണ് ഉമർ ഖാലിദ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഡൽഹി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉമർ ഉൾപ്പെടെ 7 ആളുകൾക്ക് ജാമ്യം നിഷേധിക്കുകയായിരുന്നു കോടതി ചെയ്തത്. ഇതിന് പിന്നാലെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഉമർ ഖാലിദിന്റെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസിന് എന്നാണ് കോടതി എടുക്കുക എന്ന കാര്യം അടുത്ത ദിവസം തന്നെ അറിയാമെന്ന് കൂടി ഇപ്പോൾ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 2-നാണ് ഉമർ ഖാലിദ് അടക്കം കേസിൽ പ്രതികളായ 9 പ്രതികളുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. പല ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ കേസിൽ കോടതി വിധി പറഞ്ഞത്. ആദ്യം 7 ആളുകളുടെ, ഉമർ ഖാലിദ് ഉൾപ്പെടെ 7 ആളുകളുടെ വിധി പറയുകയും പിന്നീട് മറ്റു ആളുകളുടെ കേസിൽ വിധി പറയുകയുമാണ് ഉണ്ടായത്. ഈ പൗരത്വ പ്രക്ഷോഭങ്ങളുടെ പേരിൽ പ്രതികൾ 2020-ൽ വടക്കുകിഴക്കൻ ഡൽഹിയിലെ കലാപത്തിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തെളിവുകൾ ഉൾപ്പെടെ പോലീസിന്റെ കൈവശമില്ലെന്നും കള്ളക്കേസ് കുടുക്കിയാണ് ഈ യുവാക്കളെ, വിദ്യാർത്ഥികളെ ജയിലിലടച്ചതെന്നുമാണ് ഇപ്പോൾ അഭിഭാഷകർ പറയുന്നത്. സുപ്രീം കോടതിയിൽ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് കൂടി ഉമറിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. തൗഫീഖ്, ഇവിടെ നേരത്തെ തന്നെ 2 പേർ, ഷർജിലും ഗുൽഫിഷയും നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇത് 3ഉം ഒരുമിച്ചായിരിക്കുമോ പരിഗണിക്കുക? ഒരുമിച്ച് തന്നെയായിരിക്കും സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം ഈ കേസുകളെല്ലാം ഒരേ കേസായതിനാൽ, ഹർജികളെല്ലാം ഒരേ കേസുമായി ബന്ധപ്പെട്ടായതിനാൽ സുപ്രീം കോടതി ഒരുമിച്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. ഇന്നിപ്പോൾ ഉമർ ഖാലിദ് അപേക്ഷ നൽകിയതേ ഉള്ളൂ. പക്ഷെ നാളെ മറ്റന്നാളോ ആയിട്ട് ഈ കേസ് എന്ന് കോടതി പരിഗണിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ തന്നെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ജസ്റ്റിസ് നവീൻ ചൗള അധ്യക്ഷനായ ബെഞ്ചാണ് ഈ തസ്ലീം അഹമ്മദ് ഒഴികെയുള്ള 9 പേരുടെയും ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതിയിൽ പരിഗണിച്ചിരുന്നത്. ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ച് തസ്ലീം അഹമ്മദിന്റെ ജാമ്യാപേക്ഷയാണ് പരിഗണിച്ചത്. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു ഡൽഹി പോലീസ് കോടതിയിൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവർക്കെതിരെ തെളിവുണ്ടെന്നാണ് കോടതിയിൽ നിരന്തരം പോലീസ് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു തെളിവ് പോലും പോലീസിന്റെ കൈവശമില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ കോടതിയിൽ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ വിചാരണ നീണ്ടുപോവുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇവർക്ക് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രധാനമായും കോടതിയിൽ വാദിച്ചിരുന്നത്. എന്നാൽ അത് കോടതി അംഗീകരിച്ചില്ല. പകരം എല്ലാവരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് നിയമപോരാട്ടം തുടരുമെന്ന് ഉമറിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ അറിയിക്കുകയും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയും ചെയ്യുന്നത്. എത്രയും വേഗം ഈ കേസ് പരിഗണിക്കണമെന്ന് ഉമറിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ അടുത്ത ദിവസം തന്നെ ആവശ്യപ്പെടുകയും ചെയ്യും. ശരി, തൗഫീഖ്.